ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനമാണ് F-35. അതിലൊന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 2 ആഴ്ചയിലേറെയായി കിടക്കുന്നത്. അമേരിക്കയിൽ നിർമ്മിച്ച് ബ്രിട്ടൻ ഉപയോഗിക്കുന്ന വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നതിനെ ചൊല്ലി ഈ സോഷ്യൽ മീഡിയയിലാകെ ദുരൂഹത പുകയുകയാണ്. അതിർത്തി ലംഘിച്ചതിന് ഇന്ത്യ പിടിച്ചിട്ടു എന്നത് ഒന്നാമത്തെ അപസർപ്പക കഥ. കാനഡ ഇന്ത്യയുടെ വമ്പെന്ന വാചകത്തിന്റെ അകമ്പടിയോടെയാണ് ഈ കഥ പ്രചരിക്കുന്നത്. എയർപോർട്ട് ഹാങ്ങറിലേക്ക് നീക്കാതെ വെയിലത്തും മഴയത്തും ഇട്ടിരിക്കുന്നത് ഇന്ത്യയെ വിശ്വാസമില്ലാത്തതിനാലാണെന്ന് മറ്റൊരു കഥ. ഇന്ത്യയുടെ എയർഫോഴ്സ് പറന്നുപോയി വേട്ടയാടി പിടിച്ചതാണ് F-35 എന്ന് മൂന്നാമതൊരു കഥ. ഇങ്ങനെ കഥയും കഥനവും അനേകം ഇറങ്ങുന്നുണ്ട് F-35 കുറിച്ച്. യുദ്ധവിമാന പ്രേമികളെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും ചുള്ളനായ വിമാനമാണ് F-35. യുദ്ധവിമാനങ്ങളിലെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് വിളിക്കാം. മിന്നായം പോലെ ഒന്ന് കണ്ടാൽ തന്നെ രോമാഞ്ചം വരുന്ന ആ വിമാനം എന്തുകൊണ്ടാണ് 15 ദിവസം തിരുവനന്തപുരത്ത് കിടക്കുന്നത്? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് ഇറങ്ങിയ F-35 സുന്ദരൻ. എല്ലാ ദുരൂഹതയും ആദ്യം തന്നെ കുത്തിയൊടിച്ചു കളയുകയാണ്. F-35 തിരുവനന്തപുരത്ത് 15 ദിവസമായി കിടക്കുന്നത് അതിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള വിദഗ്ധർ അമേരിക്കയിൽ നിന്നും എത്താത്തത് കൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും സങ്കീർണവും അത്യാധുനികവുമായ വിമാനം എന്ന നിലയിൽ പണിയാൻ ലോക്ഹീഡ് മാർട്ടിനിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർമാർ എത്തണം. അത് മഴയും വെയിലും ഏറ്റ് തുറസായ സ്ഥലത്തിട്ടിരിക്കുന്നത് ഇന്ത്യയെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. ഇന്ത്യയും ബ്രിട്ടനും അസാധാരണമായ സൈനിക കരാറുള്ള രാഷ്ട്രങ്ങളാണ്. അവശ്യഘട്ടങ്ങളിൽ യുദ്ധോപകരണങ്ങളും വിമാനങ്ങളും ഒക്കെ പരസ്പരം സംരക്ഷിക്കും എന്നതാണ് ആ കരാർ. ഇത് ഹാങ്ങറിലേക്ക് മാറ്റാത്തതിനും ഒരു കാരണമുണ്ട്. അതൊരു മര്യാദയുടെ പുറത്ത് ബ്രിട്ടൻ തന്നെ ചെയ്തതാണ്. അറ്റകുറ്റപ്പണി എപ്പോൾ നടക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ തൽക്കാലം ഹാങ്ങറിലെ സ്ഥലം അപഹരിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ്. വിമാനത്താവളത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇക്കാര്യം. ഇന്ത്യയും ബ്രിട്ടനുമായുള്ള സൈനിക സഹകരണ കരാർ ലോകത്ത് ഏറ്റവും മാതൃകാപരമായതിൽ ഒന്നാണ്. അമേരിക്കയും ബ്രിട്ടനും എങ്ങനെ സഹകരിക്കുന്നോ അതേ മട്ടിൽ തന്നെ ഇന്ത്യയും ബ്രിട്ടനും സഹകരിക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിലും ഭീകരവിരുദ്ധ പ്രവർത്തനത്തിനുമെല്ലാം ആ സഹകരണം കാണാനും കഴിയും. ഇനി ഹാങ്ങറിലേക്ക് മാറ്റിയാൽ ഇന്ത്യ രഹസ്യം ചോർത്തും എന്ന ഭയത്തിനും ഇവിടെ അടിസ്ഥാനമില്ല. ബ്രിട്ടന്റെ എല്ലാ യുദ്ധവിമാനങ്ങളും ഉപഗ്രഹങ്ങൾ വഴി തത്സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. അതിന് പരിസരത്ത് ഒരാളോ ഡ്രോണോ എത്തിയാൽ ആദ്യം അറിയുക ബ്രിട്ടന്റെ വ്യോമസേനയായിരിക്കും. അത് കഴിഞ്ഞേ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ സുരക്ഷയിലുള്ള CISF പോലും അറിയുകയുള്ളൂ. അമേരിക്കയിലെ കമ്പനി അധികൃതർ നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടക്കുക. വേണ്ടി വന്നാൽ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനം അയച്ച് F-35 കൊണ്ടുപോകാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കാം. ഈ സാധ്യതകളെല്ലാം ഉള്ളതിനാൽ ഇവിടെ ഇറക്കിയ വിമാനത്തെക്കുറിച്ച് ബ്രിട്ടന് ഒരാശങ്കയുമില്ല. ഇന്ത്യയിലെ ഹാങ്ങറുകളിൽ ചെറിയ അറ്റകുറ്റപ്പണി പോലും സാധ്യമാവില്ല എന്ന വെല്ലുവിളിയുമുണ്ട്. F-35 ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ അത് ഇന്ത്യ വികസിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഇല്ലതാനും. ഇന്ത്യയിലെന്നല്ല, ഏഷ്യയിൽ പോലും F-35 വർക്ക് സ്റ്റേഷനുകൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ വിമാനം എന്തുകൊണ്ട് തിരുവനന്തപുരത്തെത്തി? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിമാനവാഹിനിയിൽ നിന്നും പറന്നുയർന്നതാണ് F-35. കാലാവസ്ഥ എത്ര മോശമായാലും അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള വിധമാണ് F-35 നിർമ്മാണം. എന്നാൽ പറന്നുയർന്നതിന് പിന്നാലെ വിമാനത്തിന് തകരാറുണ്ടെന്ന് പൈലറ്റിന് ബോധ്യപ്പെട്ടു. എല്ലാ റഡാറുകളിൽ നിന്നും മറച്ചു പറക്കുന്ന വിമാനം 3/4 മിനിറ്റ് നേരം മാത്രം മറനീക്കി പുറത്തു വന്ന് ലാൻഡിങ്ങിന് സഹായം തേടുകയായിരുന്നു. കുതിച്ചു പായുന്ന വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനം നേരെ പ്രവർത്തിച്ചില്ലെങ്കിൽ വിമാനവാഹിനികളിൽ വന്നിറങ്ങാൻ കഴിയില്ല. ദീർഘദൂരത്തുള്ള ഒരു റൺവേ വേണ്ടിവരും. അതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഇറക്കാൻ തീരുമാനിച്ചത്. തകരാറുണ്ടെന്ന് സംശയം വന്നതിനാൽ വിദഗ്ധരെത്തി പൂർണ്ണ ഫിറ്റ്നസ് നൽകാതെ അതിനെ തിരികെ പറത്താനും കഴിയില്ല. F-35 പോലെ സങ്കീർണ സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങൾ പറന്നുയരും മുൻപ് പൂർണ്ണ ഫിറ്റ്നസ് നിർബന്ധമാണ്. ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെയാണത്. പൂർണ്ണ തൃപ്തിയുണ്ടെങ്കിൽ അല്ലാതെ പറന്നുയരില്ല. ഇന്ത്യയുമായി ഒരു പ്രശ്നവുമില്ല എന്നതിന് തെളിവ് റോയൽ നേവിയുടെ നന്ദി സന്ദേശമാണ്. അടിയന്തര ഘട്ടത്തിൽ ഉണർന്നു പ്രവർത്തിച്ച് സുരക്ഷിത ലാൻഡിങ്ങിന് സൗകര്യമൊരുക്കിയ ഇന്ത്യക്ക് നന്ദി. വിമാനത്തിന് നൽകി വരുന്ന പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾക്കും ഇന്ത്യയോട് നന്ദി എന്നായിരുന്നു ആ സന്ദേശം. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിശ്വാസത്തിന് ഇതിലും അപ്പുറം ഒരു തെളിവിന്റെ ആവശ്യമില്ലല്ലോ.
ഒറ്റ എഞ്ചിൻ ഒറ്റ പൈലറ്റ് സൂപ്പർസോണിക് സ്റ്റീൽസ് എയർക്രാഫ്റ്റ് എന്നാണ് F-35നുള്ള വിശേഷണം. അമേരിക്കൻ കമ്പനിയിലാണ് നിർമ്മാണമെങ്കിലും ഇതിന്റെ തുടർ ഗവേഷണങ്ങൾക്കുള്ള 10% തുക മുടക്കുന്നത് ബ്രിട്ടനാണ്. കൂടാതെ വിമാനത്തിന്റെ ഇജക്ടഡ് സീറ്റ്, പിന്നിലെ ചട്ടക്കൂട്, ശത്രു വിമാനങ്ങളെ തുരത്താനുള്ള ഇന്റർസെപ്റ്റർ സിസ്റ്റം, മിസൈലുകൾ തൊടുക്കാനുള്ള കേബിളുകൾ എന്നിവ ബ്രിട്ടനാണ് നൽകുന്നത്. വിലയുടെ 15% വരും ഈ വിമാന ഭാഗങ്ങളുടെ മൂല്യം. ഇത് കൂടാതെ ഇറ്റലി, നെതർലൻഡ്സ്, തുർക്കി, ഓസ്ട്രേലിയ, നോർവേ, ഡെൻമാർക്ക്, കാനഡ എന്നീ രാജ്യങ്ങൾക്കും മുതൽ മുടക്കുണ്ട്. മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും പണിക്കുറ്റം തീർത്ത സൃഷ്ടി എന്ന് വിളിക്കാം ഈ വിമാനത്തെ. അത് വേണ്ടത്ര ദിവസം തിരുവനന്തപുരത്ത് കിടന്നു പോകട്ടെ. വഴിയെ പോകുന്ന എല്ലാത്തിലും വിവാദം പുകച്ച് കത്തിക്കേണ്ടതില്ല. അവസരം കിട്ടിയാൽ സംഗതി തിരുവനന്തപുരം വരെ ഒന്ന് പോയി ദൂരെ നിന്ന് കാണുകയും ചെയ്യാം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.